GM.ai എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ GM ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ GM.ai എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ബോട്ടാണ്. നമ്മുടെ ഡോഗ്സിൻ്റെ പോലെ തന്നെ ഒരു ഡോഗ്സ് ഹൗസിൻ്റെ പോലെ തന്നെ ഒരു ടെലിഗ്രാം ബോട്ടാണ്. അത് നമ്മൾ ഡെയിലി നമ്മൾ കുറച്ച് ടാസ്കുകൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ കോയിൻ കിട്ടും. പക്ഷേ ഈ ഒരു GM.ai എന്ന് പറയുന്നത് അതിലെ GM ടോക്കൺ എന്ന് പറയുന്നത് സൊലാന ബേസ്ഡ് ടോക്കണാണ്. സൊലാന ബ്ലോക്ക് ചെയിനിൽ വന്നതാണ്. മറ്റേതൊക്കെ നമ്മൾ ടോണിൽ തന്നെയായിരുന്നു, ഇത് സൊലാനയിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ കോയിൻ. അപ്പോൾ ഇതിൻ്റെ ഈ കോയിനിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള എയർ ഡ്രോപ്പിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആകെ 14 ദിവസമുള്ളൂ. ഓഗസ്റ്റ് 14 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം നമ്മുടെ ഡോഗ്സ് ടോക്കൺ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ക്ലെയിം ചെയ്യാൻ നോക്കുക. മാക്സിമം ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക 14 ദിവസത്തിനുള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡയമണ്ട്സ് കിട്ടും. ആ ഡയമണ്ട്സിനെ നിങ്ങൾക്ക് GM ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 500 ഡയമണ്ട്സ് കിട്ടും. ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ഡയമണ്ട് കിട്ടും. അവർ 2000 ഡയമണ്ട് കിട്ടുവാണെങ്കിൽ മാത്രം. ഓക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും, ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും തന്നെ. അതിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് GM അടിക്കുക, എന്നിട്ട് ലോഞ്ച് അടിക്കുക. സാധാരണ നമ്മൾ ടെലിഗ്രാമിലെ ബോട്ടുകൾ ലോഞ്ച് ചെയ്യുന്ന കൂട്ട് തന്നെ, എയർ ഡ്രോപ്പ് ബോട്ടുകൾ ലോഞ്ച് ചെയ്യുന്ന കൂട്ട് തന്നെ സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെയല്ല ഇരിക്കുന്നത്. ശരിക്കും ഒരു ഡോഗ്സ് ഹൗസ് പോലെ തന്നെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൽ നമ്മൾ ലെറ്റ്സ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് വലുതാക്കി കഴിയുമ്പോൾ നമുക്ക് ബട്ടൺ കാണാൻ പറ്റുള്ളൂ, താഴെ മുകളിലോട്ടേക്ക് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഏജ് വെരിഫൈഡ്, ആക്ടിവിറ്റി വെരിഫൈഡ്, ടെലിഗ്രാം പ്രീമിയം ആണോ നോക്കി, OG സ്റ്റാറ്റസ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കൊല്ലം മുമ്പ് ജോയിൻ ചെയ്തെന്നുള്ളത് കാണിക്കും. പിന്നെ നമുക്ക് 500 ഡയമണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടും. അപ്പോൾ അതിൽ 500 ഡയമണ്ട് എല്ലാവർക്കും കിട്ടും. എന്നിട്ട് കൺവേർട്ട് ഡയമണ്ട് ടു GM എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയമണ്ടിൻ്റെ റേറ്റ് GM ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് അറിയാൻ പറ്റും. 1000 ഡയമണ്ട് എന്ന് വെച്ചാൽ 1 GM ആണ് കിട്ടുന്നത്. അപ്പോൾ ഐ വാണ്ട് മോർ ഡയമണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡയമണ്ട്സ് ഏൺ ചെയ്യാനുള്ള ടാസ്കുകൾ വരും. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രത്യേകിച്ച് ഒരു ടാസ്കുകളും കാണുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ടോട്ടൽ പ്രൈസ് പൂൾ എന്ന് പറഞ്ഞത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് GM കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഷെയറാണ് നമുക്ക് പ്രൈസ് പൂളിൽ വരുന്നത്. പിന്നെ ലീഡർ ബോർഡിൽ പോയി കഴിഞ്ഞാൽ എത്ര ഏണിങ്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. റെഫറലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2000 ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് 100 ഡയമണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട് കൊടുത്തിട്ട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഡോഗ്സ് ഹൗസ് പോലെ ചിലർക്ക് മാത്രം കിട്ടുന്നതല്ല. പിന്നെ ഇവിടെ GM.ai പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടോക്കണോമിക്സ് അറിയാൻ പറ്റും, ഓവർവ്യൂ അറിയാൻ പറ്റും. അങ്ങനെ GM.ai GMനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സൊലാന ബേസ്ഡ് ടോക്കണാണ്. അതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ വാലറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു സൊലാന വാലറ്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത് ആ വാലറ്റിലേക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഓവർവ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 ഡയമണ്ട് കിട്ടും. അപ്പോൾ ഈ ഡയമണ്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് GM ആവുന്നത്. കൺവേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1000 ഡയമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 GMലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. GM ആണ് അവരുടെ കോയിൻ. അപ്പോൾ 14 ദിവസത്തിനുള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഡെയിലി നമുക്ക് ഓൺ ബോർഡിങ്, ബേസിക് ടാസ്ക്, OG ടാസ്ക്, ഡെയിലി ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഡെയിലി ടാസ്ക് എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഓൺ ബോർഡിങ്ങിൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സൈനപ്പ് ചെയ്തു, അതിൻ്റെ നമുക്ക് ടിക്ക് കിട്ടി. ഇനി നമുക്ക് ക്രിയേറ്റ് വാലറ്റാണ്. ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അടിക്കുക. അപ്പോൾ ഇത് സൊലാന ബേസ്ഡ് ആണ്. അപ്പോൾ ക്രിയേറ്റ് വാലറ്റ് അടിക്കുക. അപ്പോൾ ഒരു സീഡ് പ്രൈസ് കിട്ടും. ഇത് നമ്മൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. പക്ഷേ നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം. 12 രൂപയുടെ സീഡ് പ്രൈസ് ആയിരിക്കും. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് ആ വാലറ്റിലേക്ക് ആക്സസ് കിട്ടണേ. അപ്പോൾ അത് കോപ്പി ചെയ്ത് സേഫായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് 11 ഇപ്പോൾ എന്നിട്ട് നമ്മൾ സേഫായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ
11th വേർഡ് ഏതാണ്, 10th വേർഡ് ഏതാണ്, തേർഡ് വേർഡ് ഏതാണെന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും പറയണത് എത്രാമത്തെ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് 11th വേർഡാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. 10th വേർഡ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. തേർഡ് വേർഡ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 1500 ഞാൻ വേറൊരു ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തായിരുന്നു, അതാണ് എനിക്ക് 1000 ആയത്. ഡെയിലി ടാസ്കിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി ചെക്കിൻ ഉണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് 1000 ആയത്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 500 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ലൈക്ക്, റീട്വീറ്റ്, കമൻറ്റ് 1 മില്യൺ യൂസേഴ്സ് എന്നുള്ളത് സംഭവമുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കണക്റ്റ് യുവർ എക്സ് അക്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ട്വിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ റീട്വീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചില്ല. പിന്നെ ഇവിടെ ലൈക്ക്, റീട്വീറ്റ് ആൻഡ് കമൻറ്റ് GM, അതിന് 500 കിട്ടും. പിന്നെ റൈറ്റ് എ ത്രെഡ് അബൌട്ട്, ഇതും നമ്മുടെ ട്വിറ്റർ തന്നെയാണ്. കണ്ടോ, എല്ലാം ട്വിറ്റർ ടാസ്കുകളാണ് ഈ ഡെയിലി ടാസ്കിൽ വരുന്നത് മിക്കതും. പിന്നെ ഇവിടെ ബൂസ്റ്റ് ചാനൽ എന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് ഈ ചാനൽ ബൂസ്റ്റ് ചെയ്യണതാണ്, അത് നമ്മൾ നോക്കണ്ട. പിന്നെ വിസിറ്റ് ചാനൽ ആൻഡ് എൻഗേജ്, അത് വിസിറ്റ് അടിച്ചിട്ട് നമ്മൾ വിസിറ്റ് അടിക്കുക. എന്നിട്ട് ജോയിൻ അടിക്കുക. ഇവിടെ ചുമ്മാ റിയാക്ട് ചെയ്യുക. എന്നിട്ട് ചെക്ക് അടിക്കുക. അപ്പോൾ നമുക്കത് 500 കിട്ടും. അപ്പോൾ ടെലിഗ്രാം ചാനൽ വിസിറ്റ് ചെയ്തിട്ട് എൻഗേജ് ചെയ്യാനുള്ളതാണത്. മേക്ക് എ ട്രാൻസാക്ഷൻ വിത്തിൻ ഇൻറ്റൻറ്റ് ട്രേഡ്, അത് നമ്മൾ ചുമ്മാ നോക്കുക, ചെക്ക് അടിക്കുക. ഇൻറ്റൻറ്റ് ട്രേഡിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് നോക്കാം, ബാക്ക് അടിച്ച് നോക്കാം, ബാക്കി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും വേണമല്ലോ വാലറ്റിൽ. പിന്നെ ഇവിടെ നമ്മൾ നോക്കുക ബേസിക് ടാസ്ക്കാണ്. ബേസിക് ടാസ്കിൽ പോയി കഴിഞ്ഞാൽ അടുത്ത സംഭവങ്ങൾ കാണാൻ പറ്റും. ഫോളോ GM, പിന്നെ ജോയിൻ GM ടെലിഗ്രാം ഗ്രൂപ്പ്, അത് ജോയിൻ അടിക്കാം. ജോയിൻ അടിച്ചതിന് ശേഷം ടു മെനി മെമ്പേഴ്സ് എന്ന് പറയുകയാണ്. GM ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ നോക്കുവാണെങ്കിൽ GM ഓൾറെഡി നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. $0.133 പ്രൈസ് ഉള്ളതാണ്. ഡീസെൻട്രലൈസ്ഡ് ഡെക്സിൽ അവൈലബിൾ ആണ്. GM ഇപ്പോൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സൊലാന ബേസ്ഡ് ടോക്കണാണ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. $0.133 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പർച്ചേസും ചെയ്യാവുന്ന സാധനമാണ് വേണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ ജോയിൻ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്ന് കാണിക്കുകയാണ്, ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ആവണില്ല. പിന്നെ ഇവിടെ സബ്സ്ക്രൈബ് ചാനൽ, അത് സബ്സ്ക്രൈബ് അടിച്ചിട്ട് നമ്മൾ ഇവിടെ സബ്സ്ക്രൈബ് അടിച്ചിട്ട് ഇവിടെ ചെക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 1000 കിട്ടും. ഇപ്പോൾ 3000 ആയി. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ബേസിക് ടാസ്കിൽ നമ്മൾ കുറേ ടാസ്കുകൾ ലോക്ക്ഡാണ്, അത് നമുക്ക് പിന്നെ നോക്കാം. അത് പിന്നെ അൺലോക്ക് ആവും. അപ്പോൾ അൺലോക്ക് ആകുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ OG ടാസ്കിൽ കുറേ സംഭവങ്ങൾ ലോക്ക്ഡാണ്, അത് നമുക്ക് നോക്കാം എപ്പോഴാണ് അത് അൺലോക്ക് ആവണമെന്ന് നോക്കാം. അൺലോക്ക് ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ ഇവിടെ ഡെയിലി ടാസ്ക് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ടാസ്കുകളാണ് ഇന്ന് കംപ്ലീറ്റ് ആവാനുള്ളത്. ഇപ്പോൾ ഡെയിലി ടാസ്ക് മിക്കവാറും നാളെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ മാറി കഴിയുമ്പോൾ അതിനനുസരിച്ച് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു ലീഡർ ബോർഡ് നോക്കി കഴിഞ്ഞാൽ ലീഡർ ബോർഡ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ റെഫറൽസ് നോക്കിയാൽ റെഫറൽസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ GMAI നോക്കിക്കഴിഞ്ഞാൽ GMAIയിൽ അതിൻ്റെ വൈറ്റ് പേപ്പർ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് കാണാൻ പറ്റും. അപ്പോൾ ക്ലെയിം GM ഓൺ 14th August എന്ന് കാണിച്ചിട്ടുണ്ട്. 14th August ലോഞ്ച് ആവുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഡയമണ്ട്സ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുക. എന്നിട്ട് ഡയമണ്ട്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഏണിൽ കൺവേർട്ട് അടിച്ചിട്ട് ഡയമണ്ട്സിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ GM ആക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ GM ക്ലെയിം ചെയ്യാൻ പറ്റും ഈ വാലറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ കൊണ്ടുവരുന്നത്. അപ്പോൾ പുതിയ ദിവസം തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.